الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസ്വീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ പിന്നിട്ട ദിനരാത്രങ്ങളിൽ നാം ചെയ്ത ധാരാളം കർമ്മങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നിലക്ക് അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഏതൊരു സത്യവിശ്വാസികൾക്കും വല്ലാത്ത ആത്മീയമായ അനുഭൂതിയും ഈമാനികമായ ചൈതന്യവും നൽകുന്ന ഒരു മഹാസംഭവമാണ് ബദറിൻ്റെ ചരിത്രം. ഹിജറ 2-ാം കൊല്ലം പരിശുദ്ധ റമദാനിൻ്റെ 17-ാമത്തെ രാവിലാണ് അവിടുന്ന് ബദർ, ആ മഹാസംഭവം അവിടെ നടക്കുന്നത്. ഖുർആൻ ആ ദിവസത്തെ എടുത്തു പറഞ്ഞത് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ഒരു ദിവസത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആനിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ വമാ അൻസൽനാ അലാ അബ്ദിന യൗമുൽ ഫുർഖാൻ, യൗമുൽ ഫുർഖാനിൻ്റെ ദിവസം എന്താണ് സംഭവിച്ചത്? യൗമുൽ തഖൽ ജംആൻ, 2 സംഘങ്ങളാണ് അവിടെ ഏറ്റുമുട്ടിയത്. ഒന്ന് വിശ്വാസത്തിൻ്റെയും ഒന്ന് അവിശ്വാസത്തിൻ്റെയും കുഫറിൻ്റെയും ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അവിടെ പ്രകടമായി വന്നത് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വെളിവായ പ്രകടമായ സുന്ദരമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിക്കുന്നത്. ബദറിൻ്റെ ചരിത്രം പഠിക്കണമെങ്കിൽ മക്കയുടെ ചരിത്രം പഠിക്കണം.
മക്കയുടെ ചരിത്രം അറിയാത്ത ആളുകൾക്ക് ബദറിൻ്റെ ചരിത്രം ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുമ്പോൾ കോടിക്കണക്കിന് ദീനാറുകൾ കയറ്റുമതി ചെയ്യുന്ന വലിയ സ്വർണ്ണ കമ്പോളമാണ് മക്ക. ധാരാളം സമ്പത്തുകൾ നിറയുന്ന, സ്വർണം കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ സ്ഥലമായി മാറിയത് മക്കയെന്നത് നമുക്ക് കാണാൻ കഴിയും. യമനും അതുപോലെ തന്നെ ഷാമിനും പേർഷ്യയ്ക്കുമൊക്കെ മധ്യവർത്തിയായി വർത്തിച്ചത് മക്കയാണ് എന്നത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മക്കയാകാനുള്ള ഒരു ചരിത്രമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്ക വിജനമാണ്. ഒരാളുമില്ല, ആർപ്പാൾപ്പില്ല, ഒരാളും മക്കയിൽ താമസമില്ല, പച്ചപ്പില്ല, വെള്ളമില്ല, കുടിക്കാൻ ഒരിറ്റ് വെള്ളം പോലുമില്ലാത്ത മക്കയെന്ന മണ്ണ് മക്കയാകുന്നത് ഒരു മഹാപ്രവാചകൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇബ്രാഹിം എന്ന പ്രവാചകൻ മക്കയിലെത്തുന്നുണ്ട്. അവിടെ വെച്ച് നടത്തുന്ന പ്രാർത്ഥന വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ മണ്ണിനെ, ഈ മക്കയെ നീ നിർഭയത്വമുള്ള മണ്ണാക്കണം. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, നീ സമറാത്തുകൾ കൊണ്ട്, വിഭവങ്ങൾ കൊണ്ട്, എല്ലാ നിലക്കുമുള്ള പഴവർഗ്ഗങ്ങൾ കൊണ്ട് ഈ മക്കയെ സമ്പുഷ്ടമാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മഹാപ്രവാചകൻ തൻ്റെ ഭാര്യയെയും തൻ്റെ ചോരക്കുഞ്ഞിനെയും മക്കയുടെ ഊശരഭൂമിയിലേക്ക് കൊണ്ടുവന്ന് കഅബാലയത്തിൻ്റെ അസ്ഥിവാരത്ത് താമസമാക്കി തിരിച്ചു പോകുന്ന ഇബ്രാഹിം എന്ന മഹാപുരുഷൻ പ്രാർത്ഥിച്ചത് റബ്ബി ഇന്നി അസ്കൻതു ബിവാദിൻ ഗൈറ ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, അല്ലാഹുവേ ഈ മക്കയുടെ ഊശരഭൂമിയിൽ, ഈ കഅബാലയത്തിൻ്റെ അസ്ഥിവാരത്തിൻ്റെ അടുക്കൽ ഞാൻ എൻ്റെ ഭാര്യയെയും കുട്ടിയെയും വിട്ടുപോകുമ്പോൾ ഈ മണ്ണിലൊന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല നിലക്ക് ഗൈറ ദീ സർഇൻ, ഒന്നുമില്ലാത്ത, പച്ചപ്പില്ലാത്ത, ഉണങ്ങി വരണ്ട ഈ തരിശു മണ്ണിലാണ് ഞാൻ പാർപ്പിച്ചു പോകുന്നത്. നീ കനിയണം റബ്ബേ എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന കാണാം. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവിടുന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റൊരു പ്രവാചകന് വേണ്ടി. നോക്കൂ, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ, ഇവർക്ക് വേണ്ടി, മക്കയുടെ ഈ മണ്ണിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്ന് ഒരു പ്രവാചകനെ, ഒരു ദൂതനെ നീ നിയോഗിക്കണം. എന്തിന്? നിന്റെ ആയാത്തുകൾ പഠിപ്പിക്കാൻ. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ സംസ്കരിക്കണം. ഖുർആൻ ആണെങ്കിൽ ആ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഖുർആൻ പഠിക്കുന്ന, തസ്കിയത്തു ചെയ്യുന്ന മനസ്സിനെ ശുദ്ധീകരിക്കാൻ അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം അവസാനിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവിടുന്ന് കടന്നുപോയി. പിന്നീട് ഇസ്ഹാഖും യാക്കൂബും ബനു ഇസ്രായേലിനും എല്ലാ പ്രവാചകന്മാരും ഓരോന്നായിപ്പോയി. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവാചകനായി മക്കയുടെ മണ്ണിലേക്ക് അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നത്. എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ, മക്കയുടെ മണ്ണ് മക്കയായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ്. സഹോദരങ്ങളെ, ആ നിലക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണ്ണിലേക്ക് വന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്താൻ ഒരുങ്ങുമ്പോൾ മക്ക സമ്പുഷ്ടമാണ്, മക്ക ധന്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലെത്തുമ്പോൾ മക്ക ശൂന്യമാണ്. സഹോദരങ്ങളെ, മക്കയിൽ ഒന്നുമില്ലാത്ത തരിശുഭൂമിയായ ആ മണ്ണിലേക്കാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കാൻ മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ മക്ക ധന്യമാണ്, സമ്പുഷ്ടമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്ന് ക്ഷണിക്കുന്നത് മില്ലത്ത് ഇബ്രാഹിം, മുമ്പ് കടന്നുപോയ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മില്ലത്തിലേക്ക്. ഞങ്ങൾക്ക് ഇബ്രാഹിം എന്ന പ്രവാചകനെ അറിയും, അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിം എന്ന പ്രവാചകനെ അറിയുന്നുവെങ്കിൽ ആ ഇബ്രാഹിമിൻ്റെ മില്ലത്തിലേക്കാണ് എൻ്റെ ക്ഷണം എന്ന നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് തുടങ്ങാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു പോയതെന്തോ അതിന് വിരുദ്ധമാണ്
മക്കയിൽ പിന്നീട് കാണുന്നത്. കഅബാലയം ലോകത്ത് ആദ്യമായി പടുത്തുയർത്തിയ, ആരാധന നിർവഹിക്കാൻ പടുത്തുയർത്തിയ ആദ്യത്തെ ഗേഹം കഅബാലയം. ആ കഅബയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൽമോ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ, ഇബ്രാഹിം എന്ന പ്രവാചകൻ അവിടുന്ന് വിഗ്രഹങ്ങൾക്കെതിരിൽ സംസാരിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി മക്കയിൽ നിയോഗിക്കുമ്പോൾ പ്രവാചകൻ മക്കയിൽ കാണുന്നത്, കഅബാലയത്തിൽ കാണുന്നത് വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനപദത്തെയാണ്. സഹോദരങ്ങളെ നോക്കണം, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ തവാഫ് ചെയ്യുന്നുണ്ട്. മക്ക തവാഫ് ചെയ്യുന്ന മക്കയുടെ മുശ്രിക്കുകളെയാണ് നേതൃത്വം കൊടുക്കുന്നത് അബൂജഹലാണ്. നോക്കൂ, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ തൽബിയത്ത് അതിന് തെളിവാണ്. അബൂജഹൽ തവാഫ് ചെയ്യുമ്പോൾ അവിടുന്ന് വിളിച്ചുദ്ധരിക്കുന്ന തൽബിയത്തിന്റെ വചനങ്ങൾ ശ്രദ്ധേയമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലക് ഇല്ലാ ഹുവ ലക് തംലികുഹു വമാ മലക്. നോക്കൂ, അവിടുന്ന് നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ഞങ്ങളെത്തിയത്. മുസ്ലിമായ വിശ്വാസികളായ ആളുകൾ മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ചെല്ലുന്ന തൽബിയത്തിന്റെ ആദ്യ വാചകങ്ങൾ പിന്നീട് അവിടുന്ന് മാറ്റി പറയുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞത്, നീ ഉടമപ്പെടുത്തിയ ഒരു പങ്കുകാരൻ, ആ പങ്കുകാരന് നിനക്കിഷ്ടമാണ്, ആ പങ്കുകാരനാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത് എന്ന അർത്ഥത്തിലേക്ക് മാറിപ്പോകുന്നു. അള്ളാഹുവെ എന്ന് വിളിക്കുന്ന അബൂജഹൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പലർക്കും ആ വിശ്വാസത്തെ അറിയില്ല. അബൂജഹലും കൂട്ടരും മക്കയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പിഴച്ചുപോയത് എന്ന് പറയുന്ന ആളുകളെ കാണാൻ കഴിയും. നോക്കൂ, തൽബിയത്തിന്റെ വാചകങ്ങൾ അവിടുന്ന് അള്ളാഹുവെ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പിഴച്ചു പോകാനുള്ള കാരണം പിന്നീട് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. നീ കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന നിലക്കാണ് അവിടുന്ന് അവർ സംസാരിക്കുന്നത്. നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ തെറ്റിപ്പോയത് ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് ഏതൊരു തൗഹീദാണോ ആ തൗഹീദിന് വിരുദ്ധമായി കൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ മുന്നോട്ട് പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെത്തി ദഅവത്ത് ആരംഭിച്ചു. ശത്രുക്കളുണ്ടായി. എല്ലാവരും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ സംസാരിക്കുകയാണ്. സ്വഹാബികളുണ്ട് റസൂലിൻ്റെ കൂടെ. ആ സ്വഹാബികളെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പഠിപ്പിച്ചത്. നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം എന്ന പ്രവാചകൻ വന്ന് അള്ളാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചത്. ഒരു മധ്യവർത്തിയുടെ, ഒരു ഇടനിലക്കാരൻ വേണ്ടതില്ലാത്തവണ്ണം നിങ്ങളുടെ ആവശ്യങ്ങൾ നേർക്കുനേരെ നിങ്ങളുടെ റബ്ബിനോട് പറയാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെയുള്ള ഒരു റബ്ബാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് കൃത്യമായി അവരെ ബോധവൽക്കരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പിന്നീട് സംഭവിക്കുന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ കൊടിയ പീഡനങ്ങളാണ്, പട്ടിണിയാണ്. വെള്ളം കൊടുക്കാതെ ക്രൂരമായി സമ്പത്ത് കവർന്നെടുത്ത് അങ്ങനെയൊക്കെ സമ്പത്ത് കണ്ടുകെട്ടി പീഡനമുറകൾ അഴിച്ചുവിടുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും ജീവിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയുന്ന മക്കയിലെ മുശ്രിക്കുകൾ. ആ സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ, ന്യായമായ കാരണങ്ങളോടുകൂടി മക്കയിൽ നിന്ന് ഒരു സംഘം കച്ചവട സാമഗ്രികളുമായി പുറപ്പെടുന്നു എന്നതറിഞ്ഞപ്പോൾ അവർ ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളുടെ നിരപരാധികളായി ജീവിച്ച, സത്യസന്ധമായി അധ്വാനിച്ചുണ്ടാക്കിയ വിശ്വാസികളുടെ സമ്പത്ത് കവർന്നെടുത്തപ്പോൾ പിച്ചിപ്പറിച്ചു വാങ്ങിയിട്ടാണ് അവർ കടന്നുകളയുന്നത്. ആ സമയത്താണ് ന്യായമായ കാരണത്തിൻ്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇവർ പുറപ്പെടുന്നത് തടയണമെന്നത്. പുറപ്പെടുന്നത് തടയണം. നമ്മളുടേതാണ് സമ്പത്ത്. നമ്മൾ ജീവിച്ചു വന്ന സമ്പത്തിനെ അപഹരിച്ച് തട്ടിയെടുത്ത് അങ്ങനെ സുഖലോലുപന്മാരായി പോകുമ്പോൾ അതിനെ തടുത്തു നിർക്കാൻ ന്യായമായ കാരണങ്ങളോടെ റസൂലും സംഘവും ഒരുങ്ങുന്നത് പിന്നീട് ഒരു വലിയ യുദ്ധത്തിലേക്ക് ചെന്നെത്തുകയാണ്. ആ ചരിത്രത്തിലേക്ക് നാം പോകുന്നില്ല, മറിച്ച് ചരിത്രത്തിലെ പാഠം ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഖുർആൻ സംസാരിക്കുന്നത് ഖദ് കാന ലക്കും ആയ, നിങ്ങൾക്കിതാ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആയത്താണ്, ഉഗ്രദൃഷ്ടാന്തമാണ്. എന്താണ് സംഭവിച്ചത്? ഫീഅതൈനിൽ തഖതാ, രണ്ടു സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടി അവർ ഏർപ്പെട്ടു. ഫിത്നതൻ തുഖാതിലു ഫീ സബീലില്ലാ, ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട
റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സംഘത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. വഉഖ്റാ കാഫിറ, മറ്റൊരു കൂട്ടർ പൂർണ്ണമായും അവിശ്വാസികളാണ്, കപടന്മാരാണ്, മുശ്രിക്കുകളാണ്. രണ്ടു സംഘങ്ങൾ തമ്മിൽ, സത്യവും അസത്യവും തമ്മിൽ യുദ്ധം പ്രകടന, സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന അതിഗംഭീരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. നോക്കൂ, ബദറിൽ നടന്നത് രണ്ട് വിശ്വാസങ്ങൾ തമ്മിലാണ്. അബൂജഹലാണ് അതിൻ്റെ നേതാവായിട്ടുള്ളത്. ആ അബൂജഹലിൻ്റെ വിശ്വാസം എന്താണ്? ആകാശത്തെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന് അബൂജഹലിനോട് ചോദിച്ചു നോക്കൂ. അബൂജഹൽ പറയും അള്ളാഹു ആണ് എന്ന്. ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത് ആരാണ് എന്നത് ചോദിച്ചാൽ അബൂജഹലിൻ്റെ ഉത്തരം അള്ളാഹു ആണ്. കഅബയുടെ നാഥൻ ആരാണ് എന്ന് അബൂജഹലിനോട് ചോദിച്ചു നോക്കൂ. അബൂജഹൽ പറയും കഅബയുടെ നാഥൻ അള്ളാഹു ആണ് എന്ന്. അബ്രഹത്തും സംഘവും മക്കയെ പൊളിച്ചെടുക്കാൻ ആനപ്പടയുമായി വന്ന ചരിത്രം ശ്രദ്ധേയമാണ്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞ വർത്തമാനമുണ്ട്. മക്കയുടെ മുശ്രിക്കുകൾ പറഞ്ഞു, ഈ കഅബാലയത്തിൻ്റെ നാഥനാരാണോ, എത്ര വലിയ കിങ്കരന്മാർ വന്നാലും കഅബയുടെ നാഥൻ കഅബയെ സംരക്ഷിച്ചുകൊള്ളും. അങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹലും കൂട്ടരും. എന്തുകൊണ്ട് സഹോദരങ്ങളെ അവർ തെറ്റിപ്പോയി എന്നത് ചോദിച്ചാൽ പിന്നീട് എങ്ങനെ അവർ മുശ്രിക്കായി? ബദറിൽ ഏറ്റുമുട്ടുമ്പോൾ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? എന്തിനാണ് ഒരു ബദർ സംഭവിച്ചത് എന്നതൊക്കെ നോക്കുമ്പോൾ വളരെ ചരിത്രപരമായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വിശ്വാസികളുടെ എണ്ണത്തെക്കുറിച്ച് വളരെ ചുരുക്കമായ, ശുഷ്കമായ, എണ്ണിയാൽ തീരുന്നൊരു സംഘവുമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ അനുയായികൾ നീങ്ങുന്നത്. എന്നിട്ട് പോലും ആയിരക്കണക്കിന് ആളുകളും ഉഗ്രമായ എല്ലാവിധ ആയുധ സാമഗ്രികളുമുള്ള വാളുകളും പടക്കോപ്പുകളും എല്ലാ സംവിധാനങ്ങളുമുണ്ട്. എന്നിട്ട് പോലും മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹലും കൂട്ടരും പേടിച്ചു പോകുന്ന ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ എത്തിപ്പെടുമ്പോൾ അബൂജഹൽ അള്ളാഹുവിനോട് കൈകളുയർത്തി രാത്രി സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അയ്യുനാ കാന അഫ്ജറു ലക വഅഅലമുൽ കിതാബ്. നോക്കൂ സഹോദരങ്ങളെ, അവിടുന്ന് അബൂജഹലിൻ്റെ പ്രാർത്ഥന അള്ളാഹുവെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അയ്യുനാ കാന അഫ്ജറു ലകു, ഇന്ന് ഇവിടെ സംഗമിച്ചിരിക്കുന്ന ഈ സംഘത്തിൽ പുതിയ കുറേ ആളുകളുണ്ട്. എന്താണ് അവർ? പുത്തൻവാദികളാണ്, പുതിയ ആശയവുമായി കടന്നു വന്നവരാണ്. അതുകൊണ്ട് അള്ളാഹുവേ, നീയാണ് ഞങ്ങൾക്ക് കൂട്ടായിട്ടുള്ളത്. ഇതിലേതു സംഘമാണ് സത്യത്തിൻ്റെ ആളെന്ന് നീ വേർതിരിക്കണം റബ്ബേ എന്ന നിലക്ക് അവിടുന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കഅബയുടെ നാഥനെ വിളിച്ചുകൊണ്ടാണ് അബൂജഹലിൻ്റെ പ്രാർത്ഥന. സഹോദരങ്ങളെ നോക്കണം, അവിടുന്ന് റസൂലുള്ള മറ്റൊരു ടെൻറ്റിലിരുന്നു കൊണ്ട് സുജൂദിലായി കിടന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അൻജിസ്നി മാ വഅഅതനി, അല്ലാഹുമ്മ ആതിനി മാ വഅഅതനി. അല്ലാഹുവേ, നീ എന്നോട് ചെയ്ത കരാറുണ്ട്, നീ സത്യത്തെ വിജയിപ്പിക്കാമെന്ന് ചെയ്ത കരാറുണ്ട്. അത് അല്ലാഹുവേ, ആ ഒരു സഹായം നീ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്മാനിക്കണേ നാഥാ. ഇന്നിൻ്റെ ദിവസം സത്യത്തെ പുലർന്നു കാണാൻ ഉള്ള ഭാഗ്യം അല്ലാഹുവേ, പുലരിയോടുകൂടി ഏറ്റവും നല്ല നിലക്ക് സത്യമേതാണ് അസത്യമേതാണ് എന്ന് നാഥാ നിനക്ക് മാത്രമാണ് വേർതിരിക്കാൻ കഴിയുന്നവൻ. ഫുർഖാൻ നീ വെളിപ്പെടുത്തണം നാഥാ എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, ഈ ചെറിയ സംഘത്തെ അല്ലാഹുവേ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞാൽ, മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തഅബുദു ഫിൽ അർള്, ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഇനി ആളുകൾ ഉണ്ടാകില്ല റബ്ബേ. കൈവിടരുത്, കൈവിടരുത്, സഹായം നീ മാത്രമാണ്. അള്ളാഹുവിനോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്തേ സഹോദരങ്ങളെ, മക്കയുടെ മണ്ണിൽ നോക്കൂ, ബദറിൻ്റെ മണ്ണിൽ ഒരുമിച്ച് കൂടിയ രണ്ടു കൂട്ടരും കൈകൾ ഉയർത്തി അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്താണ് പ്രശ്നം? എന്തിനാണ് യുദ്ധം നടന്നത്? അവിടെയാണ് ഖുർആന് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി കാണാൻ കഴിയും. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താ ഖുർആൻ പറഞ്ഞത്? വമാ ഉമിറു, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി കീഴ്പ്പെടൽ അള്ളാഹുവിന് മാത്രമാകണം, റബ്ബിനോട് മാത്രമാകണം. കൈകൾ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാനുള്ളത്, റബ്ബാണ് എന്നെ സഹായിക്കാനുള്ളത്. നിഷ്കളങ്കമായി ഇബാദത്തു ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കൂട്ടരായി തീരണം.
എന്നാൽ അബൂജഹലിൻ്റെ വിശ്വാസം നേർവിപരീതമാണ്. അല്ലാഹുവേ എന്ന് വിളിക്കുന്ന നാവ് കൊണ്ട് റബ്ബിനെ കൂടാതെ മറ്റു പലരെയും ഇടയാളന്മാരായി സമന്മാരായി അങ്ങനെ വിളിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നോക്കൂ, മുഖ്ലിസൻ ലഹുദ്ദീൻ എന്താ ഖുർആൻ പറഞ്ഞ മുഖ്ലിസ് എന്താണ്? നിഷ്കളങ്കമായ കീഴ്വണക്കം എന്താണ്? സൂറത്ത് സുമറിൻ്റെ ആയത്തുകൾ പരിശോധിക്കണം. അലാ ലില്ലാഹി അദ്ദീനുൽ ഖാലിസ്. അറിയണം മനുഷ്യരെ, ലില്ലാഹി ദീനുൽ ഖാലിസ്, നിങ്ങളുടെ നിഷ്കളങ്കമായ കീഴ്വണക്കം പ്രപഞ്ചനാഥനായ അള്ളാഹുലേക്ക് മാത്രമാകണം. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, നിരാശ പൂണ്ടുമ്പോൾ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അള്ളാഹുവെ എന്ന് വിളിച്ച നാവ് കൊണ്ട്, റബ്ബെ എന്ന് വിളിച്ച നാവ് കൊണ്ട് റബ്ബല്ലാത്ത ആളുകളിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് ഖുർആൻ പറഞ്ഞത്. നിഷ്കളങ്കമായ കീഴ്വണക്കം, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിനാകണം. അള്ളാഹുവിനോട് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ കഴിയണം. വല്ലദീനിത്തഖദൂ മിൻ ദൂനി, എന്നിട്ട് എന്തിനാണ് അവർ മറ്റുള്ളവരെ ഇടയാളന്മാരാക്കുന്നത്, മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥന നടത്തുന്നത് എന്തിന് എന്നതും ഖുർആൻ പഠിപ്പിച്ചത്. വല്ലദീനിത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അവർ ഞങ്ങളുടെ ഔലിയാക്കളാണ് എന്നത്. വല്ലദീനിത്തഖദൂ മിൻ ദൂനിഹി, റബ്ബിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഔലിയാക്കൾ അവരെ മധ്യവർത്തികളായി ഇടനിലയ്ക്ക് വെച്ച് അവരുടെ ബർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട്, ജാഹു കൊണ്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസവുമായി മുന്നോട്ട് പോകുന്ന എത്ര മനുഷ്യന്മാരെ, മുസ്ലിമീങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ചോദ്യത്തിൻ്റെ മറുപടി എന്നോണം അവർ പറഞ്ഞത് ഞങ്ങൾ ഔലിയാക്കൾ. ഈ ആയത്തൊക്കെ ഓതി ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെയും ഖുർആനിൽ ആയത്തുണ്ടോ എന്ന്. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാത്തതാണ് പ്രശ്നം. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ അതേ വാദമാണ്. എന്തേ സംഭവിച്ചത്? ഞങ്ങൾ മറ്റുള്ളവരെ അള്ളാഹുവിന് പുറമെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കുന്നത് അവർ ഞങ്ങളുടെ വലിയുകളാണ്, ഔലിയാക്കളാണ്. നോക്കൂ, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് സഹായം ചോദിക്കുന്നത്? എന്തിനാണ് അവരുടെ ഹക്കിനെ കൊണ്ട് ചോദിക്കുന്നത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ. ഇന്നത്തെ മുസ്ലിമിനോട് ചോദിക്ക്, മരിച്ചുപോയ, മൺമറഞ്ഞുപോയ, ഖബറുകളിൽ കഴിയുന്ന മനുഷ്യരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, സഹായാർത്ഥന നടത്തുന്നത് എന്തിനാണ് കൂട്ടരെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കാനാണ്. മക്കയിലെ മുശ്രിക്കുകളും സമാനമായി സംസാരിച്ചു. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിൻ്റെ സംസാരം ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കണം ഖുർആൻ എന്താണ്. അള്ളാഹുവിനെ കുറിച്ച് അവിടുന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ അള്ളാഹു എവിടെ എന്ന ചോദ്യം വന്നു. അവിടെയാണ് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങിയത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഖരീബാണ്, ഞാൻ സമീആണെന്നോ ഞാൻ ബസീറാണെന്നോ എന്നതല്ല ഖുർആൻ പറഞ്ഞത്. എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു, എല്ലാം അറിയുന്നവനാണ്. ഖുർആൻ കൊടുത്ത മറുപടി നോക്കൂ സഹോദര. ഖുർആൻ പറഞ്ഞു, ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഏറ്റവും അടുത്തവനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ, നിങ്ങളുടെ ജീവനാടിയേക്കാൾ അടുത്തവനാണ് റബ്ബ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അടുത്തുള്ള റബ്ബിനെ പരിചയപ്പെടുത്താൻ എന്തിനു കൂട്ടരെ ഇടനിലക്കാരുടെ ആവശ്യം റബ്ബിനെ ഒരാൾക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. നന്മകൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയണം. പലപ്പോഴും പലരുടെയും വാദം പറയുന്നത് ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ, റബ്ബിലേക്ക് അടുക്കാൻ ഒരാളുടെ സഹായവും വേണ്ട. ഒറിജിനൽ വിശ്വാസിയായി കറകളഞ്ഞ ഈമാനോടുകൂടി കൈകൾ ഉയർത്തി രാത്രി സമയം തഹജ്ജുദിൽ കിടന്ന് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നമ്മൾ റബ്ബിൻ്റെ വലിയുകളാകും, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാകും. അതിന് പറ്റില്ല, അതിന് സമയം കണ്ടെത്തില്ല. മറിച്ച് എളുപ്പ വഴി സ്വീകരിച്ച് മരിച്ചുപോയത് വലിയ വലിയ ഷെയ്ഖന്മാരും ഹോജമാരുമാണെങ്കിൽ അവർ നമ്മളെ സഹായിക്കുമെന്ന മിഥ്യാധാരണയാണ്. സഹോദരങ്ങളെ, ഒരാളും സഹായിക്കാനില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അനുവാദമില്ലാതെ ശുപാർശ പറയാൻ
ആരുണ്ടടോ? ഇത് ഖുർആനിൻ്റെ ചോദ്യമാണ്. ഒരാൾക്കും പറയാൻ കഴിയില്ല, ഒരാൾക്കും ശുപാർശ പറയാൻ കഴിയില്ല. ഈവൻ റസൂലുള്ളയുടെ പൊന്നോമന മകൾ അവിടുന്ന് മരണപ്പെടുന്നതിന് മുമ്പ് റസൂലുള്ള കൊടുത്തത് അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ ഫാത്തിമ നിന്റെ തടിയെ കാത്തുകൊള്ളണം. എന്തിനാണ്? ആരാണ് പറഞ്ഞത്? ലോകത്തിൻ്റെ പ്രവാചകൻ, പ്രവാചകന്മാരിലെ ഉത്കൃഷ്ട പ്രവാചകൻ. ആ പ്രവാചകൻ സ്വന്തം ചോരയിൽ പിറന്ന തൻ്റെ പ്രിയപുത്രിയെ വിളിച്ചിട്ടാണ് അൻഖിദി നഫ്സകി മിനന്നാർ, എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് ഫാത്തിമ, നീ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ നിന്റെ ശരീരത്തെ നീ കാത്തുകൊള്ളണം എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ നാം മനസ്സിലാക്കണം. ബദറിൻ്റെ മണ്ണിൽ സംഭവിച്ചത് വിശ്വാസികളുടെ വിജയമാണ്. ഫുർഖാൻ സംഭവിച്ചു കഴിഞ്ഞു. എങ്ങനെ ഫുർഖാൻ സംഭവിച്ചു? എങ്ങനെ വിജയമെത്തി? എങ്ങനെ സത്യം വിജയിച്ചു? ഖുർആൻ വീണ്ടും പറഞ്ഞു, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുകും അൽഫൻ മിനൽ മലായികതി മുർദിഫീൻ. എന്താ ഖുർആൻ പറഞ്ഞത്? ഇത് തസ്തഗീസൂന റബ്ബക്കും. ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അള്ളാഹുവിനോട് സഹായം ചോദിച്ച സന്ദർഭം. എന്താണ് സംഭവിച്ചത്? ഫസ്തജാബ ലക്കും, നിങ്ങൾക്കിതാ പ്രവാചകരെ ഉത്തരം ചെയ്തിട്ടുണ്ട്, ഖബൂൽ ചെയ്തിട്ടുണ്ട്, സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? കൈകൾ ഉയർത്തി സൃഷ്ടിച്ച നാഥനോട് നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച മനസ്സിനെ വായിച്ച അള്ളാഹു ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാഥ നടത്തിയപ്പോൾ, സഹായാർത്ഥന നടത്തിയപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം തന്നു. അന്നി മുമിദ്ദുക്കും അൽഫം മിനൽ മലായികതി മുർദിഫീൻ, ആകാശത്തു നിന്ന് ആയിരക്കണക്കിന് മലക്കുകളെ അള്ളാഹു ഇറക്കി കൊടുക്കാണ്. അത്ഭുതം സംഭവിക്കുകയാണ്. നിസ്സാരപ്പെട്ട എണ്ണി തീർക്കാൻ പറ്റുന്ന സ്വഹാബിമാരും റസൂലുള്ളയും ശത്രുക്കളുടെ എണ്ണം അതിൻ്റെ ആധിക്യം കണ്ട് റസൂലോ സ്വഹാബികളോ പതറിപ്പോയില്ല. കൈവിടാതെ ഏതു പ്രതിസന്ധിയിലും സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന അടിയുറച്ച ഈമാനാണ് സ്വഹാബികളുടെ മനസ്സിലേക്ക് റസൂലുള്ള പകർന്നു കൊടുത്തത്. പൊട്ടിപ്പൊളിഞ്ഞ വാളുകളാണ്, അവരുടെ ആയുധം കയ്യിൽ പഴകിയതാണ്. അതുമായിട്ടാണ്, യുദ്ധപരിചയമില്ലാത്ത സ്വഹാബികളാണ് അവിടുന്ന് പോരാടുന്നത്. നോക്കൂ, ബദറിൽ സംഭവിച്ചത് ഏറ്റവും വലിയ വിജയം. എന്തുകൊണ്ട്? കറകളഞ്ഞ പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അത്തരത്തിലുള്ള സഹായം വന്നത്. എന്നാൽ ഇന്നും വിശ്വാസം പേറി നടക്കുന്നവൾ ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് ജാഹുകൊണ്ട് അങ്ങനൊക്കെ സഹായിക്കും. ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു ലേഖനം വായിച്ചപ്പോൾ അതിൽ ഒരു മുസ്ലിയാർ എഴുതിവിട്ടത് ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് സഹായിക്കും, അതുകൊണ്ട് ബദർ നേർച്ച നടത്തണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുക? പാപങ്ങൾ പൊറുക്കപ്പെടാൻ, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, കടം വീടുവാൻ, സിറാത്ത് പാലത്തിലൂടെ വേഗം നടന്നു പോകാൻ, മീസാനിൽ കനം തൂങ്ങാൻ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ മാറിക്കിട്ടാൻ, വീടിൽ ഐശ്വര്യമുണ്ടാകാൻ, ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ് ബദർ ദിനത്തിൽ നിങ്ങൾ അങ്ങനെ ബദറുകാരോട് നിങ്ങൾ സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും സഹായം കിട്ടുമെന്ന നിലക്കാണ് അവിടെ പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച മുസ്ലിമേ, നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു പോകും. ഈ വിശ്വാസമാണെങ്കിൽ എന്തിനാണ് ബദർ സംഭവിച്ചത്? എന്തിനാണ് അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മില്ലത്ത് ഇബ്രാഹിമിലേക്ക് ക്ഷണിച്ചത്? ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച്. അവിടുന്ന് നാഥനായ അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവൻ, അവൻ മാത്രമാണ് എല്ലാറ്റിനും സഹായിക്കാൻ കഴിവുള്ളവൻ എന്ന വലിയ പാഠം പഠിപ്പിക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചിട്ട് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസത്തിനെതിരാണെങ്കിൽ സഹോദര, നോമ്പ് നോറ്റത് വെറുതെ ആയി പോകും. 30 ദിനരാത്രങ്ങളിൽ നോമ്പെടുത്തിട്ട് റബ്ബല്ലാത്ത ആളുകൾക്ക് വേണ്ടി നേർച്ച നടത്തി അറവ് നടത്തിയാൽ പൊളിഞ്ഞു പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വമയ്യക്ഫുർ ബിൽ ഈമാൻ, ആരുടെയെങ്കിലും ഈമാനിൽ പിശക് സംഭവിച്ചാൽ ഫഖദ് ഹബിത അമലു, യാത്ര കർമ്മം ചെയ്താലും കർമ്മങ്ങളൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. നോക്കൂ സഹോദരങ്ങളെ, ഇതിൻ്റെ പേരിൽ ഇന്ന് ആണ്ടും അറവുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ 3 നൂറ്റാണ്ടിലെ ഒരാൾ പോലും ചെയ്യാത്തൊരു കർമ്മത്തെയാണ് ഇന്ന് വലിയ പോരിശ എന്നോണം പരിശുദ്ധ റമളാനിൻ്റെ 17ാമത്തെ രാവിൽ ഇന്ന് പല പള്ളികളിലും ഇന്നൊക്കെ ഇത്തരത്തിൽ ബദർ നടത്തിക്കൊണ്ടിരിക്കുന്ന, ബദർ ശുഹദാക്കൾക്ക് വേണ്ടി നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അറവ് നടത്തുന്നത് പോലും കാണാം. ഉദ്ഹിയ്യത്ത് മൃഗത്തേക്കാൾ വമ്പിച്ച മൃഗമാണ് ബദരീങ്ങൾക്ക് നേർച്ച കൊടുക്കുന്നത്. എന്നാൽ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഉദ്ഹിയ്യത്ത് കർമ്മത്തിന്
തോലട്ടിയ ശരീരമൊട്ടിയ ആ അള്ളാഹുവിന് കൊടുക്കുന്നതെങ്കിൽ ബദരീങ്ങൾക്ക് കൊടുക്കുന്നത് വീട്ടിൽ നിർത്തി പോറ്റി വളർത്തി നല്ല തടിച്ചു കൊടുത്ത മൃഗങ്ങളെയാണ് ബദരീങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ ഒരു അറിവ് നടത്തുന്നതിനെ കുറിച്ച് എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത്? ഞാൻ ഓതി വെച്ച ആയത്തതാണ്, ഇന്ന അഅ്തൈനാക്കൽ കൗസർ. ഈ ആയത്തറിയാത്തവർ, ഈ സൂറത്തറിയാത്തവർ വെറും 3 ആയത്തിൽ വലിയ പാഠമാണ്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ. പ്രവാചകരെ, ധാരാളം നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ പ്രവാചകരെ അങ്ങേക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നീ നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കണം. വൻഹർ, ബലികർമ്മം നിർവഹിക്കണം എന്നത് ഖുർആനാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, നിസ്കാരം അല്ലാഹുവിനാണ്, ബലികർമ്മം ബദരീങ്ങൾക്കാണ്. എങ്ങനെ ശരിയാവും? നോക്കൂ, നിസ്കാരം ബദരീങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ചാൽ, ഇബാദത്ത് ബദരീങ്ങൾക്കാണെങ്കിൽ നോക്കൂ, ആ നിലക്ക് ഒരാൾ നിർവഹിച്ചാൽ അതിൻ്റെ ഹുക്ം എന്താണ്? ഇസ്ലാമികമായി ബദരീങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ചാൽ, ബലിയറുക്കുന്നത് ബദരീങ്ങൾക്കാണെങ്കിൽ എന്തുകൊണ്ട് നിസ്കാരം ബദരീങ്ങൾക്ക് കൊടുത്തില്ല? ഖുർആൻ പറഞ്ഞതിനെതിരാണ്. നോക്കൂ സഹോദര, ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് പ്രവാചകനോടാണ് പറഞ്ഞത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നിന്റെ ബലികർമ്മവും നിന്റെ നമസ്കാരവും അള്ളാഹുവിന് മാത്രമാകണമെന്നതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ. ഖുർആൻ പറഞ്ഞു ഹറാമിലാണ്, നിഷിദ്ധമാണ്. ഏതൊക്കെ ഭക്ഷണങ്ങളാണ്? അൽ മൈതത് വദ്ദം വൽ ഖിൻസീർ. പന്നിമാംസം, രക്തം, ചലം, അങ്ങനെയുള്ളതൊക്കെ എണ്ണി പറഞ്ഞു. വലഹ്മൽ ഖിൻസീർ, പന്നിയുടെ മാംസം. വമാ ഉഹില്ല ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ഹറാമാണ്. ബദരീങ്ങൾക്ക് വേണ്ടി നേർച്ച നടത്തി അങ്ങനെ ഒരു ബലിമൃഗത്തെ അറുത്താൽ അത് ഹറാമാണ്, കഴിക്കാൻ പാടില്ല. എത്ര കാലം കൊണ്ട് ഒരു പക്ഷേ അറിവില്ലാത്തവരെന്ന നിലക്ക് എത്ര ബദരീങ്ങളുടെ ആണ്ടിന് ഞാനും നിങ്ങളും ചോറ് വെച്ചത് തിന്നുപോയിട്ടുണ്ട്, ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഹറാമിൻ്റെ ഭക്ഷണമെന്ന് ഞാനല്ല, ഇത് ഖുർആനാണ് പറഞ്ഞത്. വമാ ഉഹില്ല ലിഗൈരില്ല, അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അറുക്കപ്പെട്ടത്. അപ്പോൾ ചില ആളുകൾ പറയും അറുക്കുന്നത് ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടല്ലേ. എന്താണ് ഇപ്പോൾ പ്രശ്നം? നേർച്ച ബദരീങ്ങൾക്കാണ്. നോക്കൂ സഹോദരങ്ങളെ, അവിടുന്ന് ഇബ്നു ഹജറുൽ ഹംബലി റഹിമഹുല്ലാ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ആരെങ്കിലും ബലികർമ്മം നിർവഹിച്ചാൽ അവൻ എന്താണ് സംഭവിക്കുന്നത്? സ്വാറ മുർത്തദ്ദൻ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് പഠിപ്പിച്ചത്. അല്ലാഹു അല്ലാത്ത, അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ടുണ്ട്, എന്നാൽ ബലിമൃഗം മറ്റുള്ളവർക്കാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തിപ്പെടണോ? ബദർ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും ചില്ലറയല്ല. സ്വഹാബികൾ അവിടുന്ന് സത്യം വിജയിച്ചു കിട്ടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്ത് റസൂലിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണോ ബദർ നടന്നത്? അങ്ങനെ ബദറിൻ്റെ ചരിത്രം കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചതുപോലെ പഠിച്ച് അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യണം. ജീവിതത്തിലെല്ലായ്പ്പോഴും വർധനവാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അത് ഏതു നിലക്കും, തൻ്റെ സമ്പത്താകട്ടെ, തൻ്റെ ആരോഗ്യമാകട്ടെ, തൻ്റെ കുടുംബജീവിതമാകട്ടെ, ഏതു നിലക്കും വർധനവ് ലഭിക്കണം എന്നത് മനുഷ്യൻ ആഗ്രഹിക്കും. അവിടെ ഖുർആൻ പറഞ്ഞത് ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അള്ളാഹു ധാരാളമായി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നതാണ്. മഹാനായ സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണത്തോടടുത്ത സമയം തൻ്റെ കൈവശമുള്ള ഒരു ഈത്തപ്പന മട്ടിലിൽ ഒരു ഓലയിലാണ് സഅദ് റളിയല്ലാഹു കിടക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് സ്വർഗത്തിലാണ് എന്നവിടുന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ആ വിരിപ്പിൽ ഇങ്ങനെ കിടക്കുന്ന സമയം അവിടുന്ന് കരയുകയാണ്. തൻ്റെ കൂട്ടുകാർ സമീപത്തിരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യമുണ്ട്, എന്തിനാണ് സഅദ് കരയുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വർഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കേട്ടതല്ലേ, എന്തിനാണ്? ആ സന്ദർഭത്തിലാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് തൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാനുള്ള മറുപടി, എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ അത് ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എന്ത് മറുപടിയാണ് സൂചിപ്പിക്കുകയെന്ന്. സഹോദരങ്ങളെ,
ഇതിങ്ങനെ സംസാരിക്കുന്ന സമയം സഹോദരങ്ങളായി അതല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ അവിടുന്ന് പറഞ്ഞു, സഅദ്, നിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല നിഅമത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. നിൻ്റെ കുപ്പായം പലപ്പോഴും കീറിയിട്ടാണ് നല്ലൊരു വസ്ത്രം ധരിക്കുന്നത്, നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്, അവിടുന്ന് നല്ല നിലക്ക് ഒരു ജീവിതം അനുഭവിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെന്താണ് നിൻ്റെ റബ്ബിനോട് സംസാരിക്കാനുള്ളത്? അവിടെ കിടന്ന് മരണക്കിടപ്പിൽ കിടന്നുകൊണ്ടാണ് വിരൽ ചൂണ്ടി 2 പാത്രങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വക്ക് പൊട്ടിയ ഒരു മൺപാത്രവും തൻ്റെ ക്ലാവ് പിടിച്ച ഒരു പാത്രത്തെയും ചൂണ്ടി, ഇതാണ് എൻ്റെ റബ്ബെനിക്കു തന്നത്, ഇതാണ് എൻ്റെ റബ്ബെനിക്കു തന്നത്. അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം ചെയ്തു തന്നതിൽ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഞാൻ എന്ത് മറുപടിയാണ് ബോധിപ്പിക്കുക? നോക്കൂ, സഅദ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ വലിയ ആഡംബര ജീവിതം നയിച്ചതല്ല. അള്ളാഹു കൊടുത്തൊരു ചെറിയ അനുഗ്രഹം, അതിനുപോലും ചോദ്യമുണ്ട്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മുഴുവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ട്. കിട്ടിയതിന് പകരമായി അള്ളാഹുവിനെന്ത് കൊടുത്തു? എത്ര സമയം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായി കിടക്കാൻ, പ്രാർത്ഥിക്കാൻ, നമസ്കരിക്കാൻ, രാത്രി നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാലിൽ നീരുകെട്ടുവോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഹാദാ മിൻ ഫളിൽ റബ്ബി. നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ തൂക്കി വെക്കുന്ന വാചകമാണ്, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇത് റബ്ബിൻ്റെ ഫളിലാണ്. ആ ഫളിലിനെ മനസ്സിലാക്കിയ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വർത്താനുണ്ട്. അത് പിന്നീട് ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാണ്? ലിയബ്ലുവക്കും, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫളിൽ തന്നത്, ഈ നിഅമത്ത് തന്നത്. ഈ സുലൈമാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരീക്ഷണമാണ്. എനിക്ക് പേടിയാണ് എന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വർത്തമാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, കിട്ടിയതൊക്കെ വമ്പിച്ച നിഅമത്തുകളാണ്. ചോദിക്കാതെ പോലും അള്ളാഹു ധാരാളം നമ്മെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ പലതും അള്ളാഹുവിനോട് ആവശ്യപ്പെടാതെ കണ്ടെറിഞ്ഞ് റബ്ബ് നമുക്ക് വേണ്ടത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബിന് ശുക്ർ ചെയ്യാൻ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാൻ. ഇനിയുള്ള പരിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ വളരെ പെട്ടെന്ന് 17 ദിനരാത്രങ്ങളിലേക്ക് എത്തിയത് കണ്ണടച്ച് തുറക്കുന്നതിന് വേഗതയാണ്. സഹോദരങ്ങളെ, എന്തുണ്ട് കൈകളിൽ എന്ന് ചോദിച്ചാൽ, റമളാനിൻ്റെ ഇത്ര ദിനരാത്രങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ട് എത്ര അമലുകൾ ചെയ്ത് തഖ്വ നേടാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു പ്രസക്തമായ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇനിയും ദിനരാത്രങ്ങളുണ്ട്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിച്ച് സുദീർഘമായി നിന്നു നമസ്കരിച്ച് റബ്ബിനോട് സങ്കടങ്ങളെ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, അൽഹംദുലില്ലാ, ഈ പള്ളിയിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ വളരെ സൗകര്യമുണ്ട്. ഇന്നിപ്പോൾ ശീതീകരിച്ച സൗകര്യം കൂടിയാണ്. നമുക്കിങ്ങനെ ഇരിക്കാൻ, പ്രത്യേകിച്ച് ഈ മിമ്പറിൽ നിന്ന് കേൾക്കുന്നത് വെറും വാക്കുകളല്ല, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്തുകളാണ്, ഹദീസുകളാണ്, റസൂലിൻ്റെ ജീവിത ചരിത്രങ്ങളാണ്, സ്വഹാബികളുടെ ജീവിത ചരിത്രങ്ങളാണ്. അതുകൊണ്ട് റബ്ബ് നമ്മളെ പ്രത്യേകം പരിഗണിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ഈ പള്ളി വന്നിട്ട് ഏതാണ്ട് 2-2.5 വർഷമാവുകയാണ്. എന്നാൽ ഇന്നും ഈ പള്ളിക്കൊരു വലിയ ബാധ്യതയുണ്ട്. വലിയ ബാധ്യത. ഏതാണ്ട് കോടിയോളം വരുന്ന ചിലവിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. 3 നിലകളിലായി. ഈ പള്ളി ജുമാ നമസ്കാരം നടക്കുന്നതോടൊപ്പം 100 കുട്ടികളാണ്. ഇനിയും വരും വർഷങ്ങളിൽ കുട്ടികൾ കൂടും. ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, ചെറിയ പ്രായത്തിലുള്ള മക്കൾ. അൽഹംദുലില്ലാ, അതൊക്കെ ഈ സംവിധാനം വന്നതുകൊണ്ടാണ്. ഇന്നും ഒരു 16 ലക്ഷം രൂപ ബാധ്യതയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് കഴിയുന്നതും പല ആളുകളെയും കണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ ബാധ്യത തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കോൺട്രാക്ടർ മരണപ്പെട്ടുപോയി. അദ്ദേഹവും ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പെൺകുട്ടികളാണ്. ബാധ്യത എത്രയും വേഗം തീർക്കണം. കഴിഞ്ഞ ദിവസം ആ സഹോദരി എന്നെ വിളിച്ചിട്ട്, നിങ്ങൾ തരാനുള്ള പണം എത്രയും വേഗം തരണം എന്ന നിലക്ക് സംസാരിച്ചപ്പോൾ അതൊരു വലിയ അമാനത്താണ്, വലിയ ബാധ്യതയാണ്. നമ്മൾ കൊടുത്തു വീട്ടേണ്ടവരാണ്. ഇനി നമ്മളാണുള്ളത്. ഈ റമളാനിൽ ഒരു നിയത്ത് വെക്കണം. ഇന്ന് കൊടുക്കണം എന്നതല്ല, ഒരു 2-3 മാസം നമുക്ക് സമയം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു നല്ല തുക, ഇത് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനാണ്. ഇന്നു നിയത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് റമളാനിൽ ഓരോഹരി അള്ളാഹുവിലേക്ക് കൊടുത്തത്. ഇനി കൊടുക്കാതെ ഒരു പക്ഷേ മരണപ്പെട്ടു പോയാലും അതിൻ്റെ പ്രതിഫലം നമ്മളുടെ ഖബറിൽ ഉണ്ടാകും. നീയത്തനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം. അതുകൊണ്ട് കാര്യമായി നമുക്കൊരു 16 ലക്ഷം എന്നത്, ഒരു രോഗം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ എത്ര ലക്ഷങ്ങളാണ്. എന്നാൽ ഈ ഒരു സമയം മനസ്സ് വെച്ച് ആത്മാർത്ഥമായി ഞാൻ കൊടുക്കുന്നതൊരു ജാരിയായ സദഖയാണ്.
മരിച്ചാലും എൻ്റെ ഖബറിലേക്കൊരു ഓഹരി ഈ പള്ളിയിൽ വന്ന് കേൾക്കുന്നവർ, അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ ഓഹരി എൻ്റെ ഖബറിലേക്ക് വരും എന്ന വിശ്വാസത്തിൽ കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഓഫറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയുടെ ഭാരവാഹികളെ അറിയിക്കണം. ഇന്നറിയിച്ചിട്ടില്ലെങ്കിലും ഒന്നാലോചിച്ച് എത്ര കൊടുക്കാൻ പറ്റൂ. സമ്പത്ത് തന്നവൻ അല്ലാഹുവാണ്. സമ്പത്ത് കയ്യിൽ വെച്ചവർക്കാണ് അതിൻ്റെ ആ ഒരു ആധിക്യം അറിയുന്നത്. അതുകൊണ്ട് കൃത്യമായി ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തന്നതാണ്. നിങ്ങൾ സഹായിക്കണം. ആ നിലക്ക് നമുക്ക് വലിയ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ റമളാനിൽ വന്ന വീഴ്ചകളൊക്കെ അള്ളാഹു പരിഹരിച്ച് അവൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായി അള്ളാഹു കർമ്മങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കെലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും നീ ആജിലായി ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ലോകത്ത് നീ സമാധാനം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ലോകത്തിൻ്റെ പല കോണുകളിലും പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, അങ്ങേയറ്റം ഭീതിയിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ആശ്വാസം നൽകണേ റഹ്മാനെ. നിൻ്റെ സഹായം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബൻ നാർ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.